പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ചോദിക്കുന്ന രണ്ട് പ്രസക്തമായ ചോദ്യമത്രേ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത്. നെഹമ്യാവിനോട് സൻബല്ലത്തും കൂട്ടരും ഈ ഒരു ചോദ്യം ചോദിച്ചു. ഹല്ലേലൂയ. അവർ യഹൂദന്മാരെ നിന്ദിച്ചു. എന്നിട്ട് ഹല്ലേലൂയ ജനത്തോട് ചോദിക്കുന്നു, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കിത് പണിയാൻ പറ്റുമോ? ഒരു ഹല്ലേലൂയ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ഈ കല്ലുകൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഒരു ചെറിയ പണിയാണ് അവർ തുടങ്ങിയത്. എന്നാൽ ആ പണിയെ നോക്കിയിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന, മുമ്പോട്ട് പോകുവാൻ അനുവദിക്കാത്ത, അവരുടെ പ്രവർത്തനങ്ങളെ തടയുന്ന, ജനത്തെ ധൈര്യം ചോർത്തിക്കളഞ്ഞ് പിന്മാറ്റുന്ന പല തന്ത്രവുമായി ശത്രു കടന്നു വരുന്നു. എന്നാൽ അവയുടെ നടുവിലും അത്ഭുതകരമാക്കി നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം. ഒന്നുമില്ല, ഒരു സാധ്യതയുമില്ല എന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് അത്ഭുതകരമായ പണി നടത്തുന്ന ഒരു ദൈവം, അവനത്രേ നമ്മുടെ കർത്താവ്. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു ചുവട് കർത്താവിൻ്റെ ആലോചന കേട്ട് വെച്ചെങ്കിൽ അത് മുമ്പോട്ട് തന്നെ പോകുക. നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ, നിങ്ങളെ തകർത്ത് കളയാൻ, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ ഒരു അന്ധകാര ശക്തിയും ദൈവം അനുവദിക്കത്തില്ല. ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അതിൻ്റെ നടുവിലും ഒറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ ഉണ്ടാക്കിയ, ഒരു ദിവസം കൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ നമ്മുടെ ദൈവത്തെ അത്രേ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെയുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 52 ദിവസം കൊണ്ട് ആ പണി തീർത്ത് മനോഹരമായ രീതിയിൽ മതിലിൻ്റെ കേട് തീർത്ത് നല്ല മതിലുണ്ടാക്കിയ ഒരു ദൈവത്തെയാണ് നാം ഹല്ലേലൂയ ആരാധിക്കുന്നത്. അവൻ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ലോകം നടക്കത്തില്ലെന്ന് പറയുന്നതിനെ നടത്തിത്തരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നാം ഏൽപ്പിച്ചു കൊടുക്കുമോ, അവൻ അത്ഭുതങ്ങൾ ചെയ്യും. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത ഹല്ലേലൂയ, ഹൃദയവാഞ്ചയുള്ള, ദൈവത്തിൻ്റെ ആലോചനയെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജനതയെ നാം കാണുന്നത്. നെഹമ്യാവിൻ്റെ ഉള്ളിൽ ഒരു വാഞ്ചയുണ്ടായി. എൻ്റെ ദൈവത്തിൻ്റെ നഗരം, വിശുദ്ധ നഗരം മതിലില്ലാതെ പൊളിഞ്ഞു കിടക്കുന്നു, അതിനെ പണിയണമെന്ന് ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്. നീ ഹൃദയത്തിൽ ആഗ്രഹത്തോടെയാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? നിശ്ചയമായി നിൻ്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും, അവൻ നടത്തിത്തരും. നിൻ്റെ ആഗ്രഹങ്ങളെ കർത്താവിന് സമർപ്പിച്ചാട്ട്. എന്നാൽ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നെഹമ്യാവിനെ പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വാഞ്ച വേണം, ഒരു ആഗ്രഹം വേണം. ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലവും അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നമ്മുടെ ഉള്ളിൽ ആദ്യം നമുക്ക് ധൈര്യം വരട്ടെ. നമുക്ക് ദൈവം തന്നത് പരിശുദ്ധ ആത്മാവിനെ തന്നത്. അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, അത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് അത്രേ. ഇന്ന് രാവിലെ സമയത്ത് ദൃഢധൈര്യത്തോടെ, ഹൃദയവാഞ്ചയോടെ, ഹൃദയത്തിൻ്റെ ആഗ്രഹത്തോടെ നമുക്ക് കടന്നു വരാം. 2, നെഹമ്യാവ് ഹല്ലേലൂയ വാഞ്ച മാത്രമല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഒരു മനുഷ്യനായിരുന്നു. അവൻ മാത്രമല്ല, കൂടെയുള്ളവരും പ്രാർത്ഥിച്ചു. ഈ പകൽക്കാലം ഏത് പണി നിങ്ങൾ തുടങ്ങാൻ പോയാലും നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ചണ്ടിക്കൂമ്പാരങ്ങളെ ജീവിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. കല്ലുകൾക്ക് ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഒറ്റ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കണം. യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ, ലോകം എന്തു പേരും വിളിച്ചോട്ടെ, ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞോട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം, കർത്താവിൻ്റെ അവസ്ഥ മാറ്റിത്തരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്കകത്ത് കൈയെഴുത്തുകളെ മായ്ച്ച് ജനത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയുടെ നടുവിൽ ഹൃദയങ്ങളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ പുതിയ ജീവൻ
ഉദരങ്ങളെ തുറക്കുന്ന ദൈവമുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമുണ്ട്. രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരും. ഇന്ന് രാവിലെ സമയത്തും നെഹമ്യാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഒന്ന്, നെഹമ്യാവിനെ പോലെ ഹൃദയത്തിൽ വാഞ്ച വേണം. രണ്ട്, നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കണം. മൂന്ന്, നെഹമ്യാവിനെ പോലെ പണി ചെയ്യാൻ തയ്യാറാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ മടി പിടിച്ചിരുന്നാലോ? നെഹമ്യാവിനെ പോലെ പറയണം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്നാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതാ ഏറ്റവും വലിയ കാര്യം. ദൈവത്തിൻ്റെ മക്കൾ മടിയന്മാരല്ല, അവരുത്സാഹികളത്രേ, പണിയുവാൻ തയ്യാറുള്ളവനത്രേ. സഭാപ്രസംഗിൽ വായിക്കുന്നത് പോലെ രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. നാം അധ്വാനശീലം ഉള്ളവരായിത്തീരണം. നമ്മുടെ കർത്താവിനെ പോലെ ഉറക്കം തൂങ്ങാതെ പണിയുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അവൻ്റെ മക്കളാകുന്ന നമ്മളും നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടുകൂടെ ചെയ്യണം, മടി കൂടാതെ ചെയ്യണം, ഉത്സാഹത്തോടെ ചെയ്യണം. അങ്ങനെയെങ്കിൽ 52 ദിവസം കൊണ്ട് നിന്ദിച്ചവരുടെ മുമ്പാകെ അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനത്രേ. ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ജീവൻ വരുമോ? ഒരു കല്ലുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു പണി തീർത്ത് കളയുമോ എന്നൊക്കെ ചോദിച്ച് നമ്മെ നിന്ദിച്ചവരുടെ നടുവിൽ ഒരു അത്ഭുത വിഷയമാക്കി നമ്മുടെ കർത്താവ് നമ്മെ മാറ്റും. നിന്ദിച്ചവരുടെ മുമ്പാകെ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നെഹമ്യാവിനെ പോലെ ഹൃദയവാഞ്ചയോടെ, പ്രാർത്ഥനയോടെ, ഉത്സാഹത്തോടെ നമ്മെ ഏൽപ്പിച്ച വേല നമുക്ക് ചെയ്യാം. അവൻ നമ്മുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.